ഹലോ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ ഒരു വിഷു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ കുറച്ചൊന്ന് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ ഉണ്ണിക്കണ്ണനെയും തപ്പി ഇറങ്ങിയതായിരുന്നു. നമ്മുടെ വീട്ടിലെ ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിങ്ങിണി ഒരെണ്ണത്തിന് എടുത്തിട്ട് ചന്തള്ള ഒരെണ്ണത്തിന് എടുത്തിട്ട് ഇത് മതിയമ്മ എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ ഫ്രൂട്ട്സ് കടയിലേക്കാട്ടോ പോയത്. ഫ്രൂട്ട്സിനൊക്കെ എന്താ വില! എല്ലാ സാധനം വാങ്ങിയിട്ട് ബില്ല് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. പിന്നെ നമുക്ക് പിറ്റേ ദിവസത്തെ ചെറിയ തോതിലൊക്കെ ഒരു സദ്യയൊക്കെ ഉണ്ടാവും. ചോറും സാമ്പാർ അങ്ങനെ ഉപ്പേരി അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയും മേടിച്ചു കേട്ടോ. പിന്നെ നേരം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ അടയൊക്കെ ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. പിന്നെ വേഗം വന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കേണ്ട തിരക്കിലായിരുന്നു വിഷ്ണുവേട്ടൻ. അപ്പോഴേക്കും ഞാൻ വേഗം അട ഉണ്ടാക്കാൻ പോയി. ഞങ്ങളിവിടെ ഈ പ്ലാസിൻ്റെ ഇലയിലാട്ടോ അട ഉണ്ടാക്കാറുള്ളത്. അങ്ങനത്തെ ഒരു മരമുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയും കനമൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊട്ടിപ്പോകുന്നുമില്ല. ഞങ്ങളിവിടെ വിഷു ദിവസം എന്തായാലും എല്ലാവരും ഈ ഇലയിലാട്ടോ അട ഉണ്ടാക്കാറുള്ളത്. പിന്നെ ഞങ്ങളിങ്ങനെ കുഴച്ച് പരത്തിയിട്ടാണ് അട ഉണ്ടാക്കാറുള്ളത്. പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ കുറച്ച് ഇതിൽ കണികളൊക്കെ ഒരുക്കി വെച്ചു. കിങ്ങിണിക്കാണെങ്കിൽ ഇതൊക്കെ ഫ്രൂട്ട്സൊക്കെ കണ്ടിട്ട് അമ്മ ജ്യൂസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ. അവൾക്ക് ഓർമ്മ വെച്ചിട്ട് ഒരു ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് വിഷ്ണുവിനെ കൈനീട്ടൊക്കെ തന്നു. കിങ്ങിണിക്ക് കൈനീട്ടം കൊടുത്തപ്പോൾ കിങ്ങിണി ഇതൊക്കെ എന്താ സംഭവം, എല്ലാവരും പൈസ തരുന്നുണ്ടല്ലോ എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ നോട്ടമൊക്കെ. പിന്നെ വേഗം അമ്പലത്തിലൊക്കെ പോയി. കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലൊക്കെ പോയിട്ട് ഞങ്ങൾ കാണിക്ക വയ്ക്കും. അതേപോലെ കുറച്ച് നേരം കൂടെ നടക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്ക് കിങ്ങിണി പിന്നെ ചാടാനും തുള്ളാനും തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ അനിയനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.